പത്തനംതിട്ട സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദർശ് ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് പുറത്തേക്ക് ഇറങ്ങാണ് കേട്ടോ. അപ്പോഴേക്കും അഴകിയാണെങ്കിൽ ആ കാറിനകത്ത് മൊത്തം സ്കെച്ച് പെൻ വെച്ചിട്ട് വരച്ച് വെച്ചിട്ടുണ്ട്. ആൾക്കാരെ ഫോട്ടോ വെച്ച് ഗുഡ് ബാഡ് എന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ വന്ന് ബാഗ് എടുത്ത് കാറിനകത്തേക്ക് വെക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് അഴകി അവിടെ പെന്നും പിടിച്ച് നിൽക്കുന്നുണ്ട്. കാറിനകത്ത് മൊത്തം അയച്ചും നാശമാക്കി വെച്ചിട്ടുണ്ട്. നിന്റെ പണിയാണോ ഇത് മൊത്തം നാശാക്കി വെച്ചത്, നിന്നെ എന്ന് പറഞ്ഞും കൊണ്ട് പുറകെ ചെല്ലുമ്പോഴേക്കും അഴകി അവിടുന്ന് ഓടുകയാണ് കേട്ടോ. അതിന്റെ പുറകെ തന്നെ ആദർശും ഓടിയിട്ട് പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, നീ എങ്ങോട്ടാ ഓടുന്നത്? കാർ ഇത്രയും നാശാക്കി വെച്ചില്ലേ, എത്ര കഷ്ടപ്പെട്ടിട്ട് വേണം ഇനി അത് മായ്ച്ചു കളയാന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇതിനാണോ എന്നോട് ചൂടാവുന്നത്? ഞാൻ എത്ര കഷ്ടപ്പെട്ട് വരച്ചതാണ്, എന്തിനാ എന്നോട് വെറുതെ ദേഷ്യപ്പെടുന്നത്? എല്ലാം ശരിയാണ്, നീ നന്നായിട്ട് ഭംഗിയായിട്ട് വരച്ചിട്ടുണ്ട്. ഓരോരോ ബൊമ്മ വരച്ചിട്ട് നീ എന്താ ഗുഡ് ബാഡ് എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്? അതിലിരിക്കുന്ന എല്ലാവരും ഈ വീട്ടിലിരിക്കുന്നവരാണെന്ന് പറയുമ്പോൾ ആദർശ് എന്ന് പറഞ്ഞ് ചോദിക്കുകയാണേ. ഈ വീട്ടില് ആരൊക്കെ നല്ലത് ആരൊക്കെ ചീത്തതെന്നാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങളെ ഞാൻ വെരി ബാഡ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ നിനക്ക് എന്താ ചെയ്തത് എന്നെ വെരി ബാഡ് എന്ന് എഴുതി വെക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള കാര്യം ആദർശ് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇതിനൊക്കെ ആവശ്യമില്ലാതെ എന്നെ ചീത്ത പറയുന്നില്ലേ, അതുകൊണ്ട് എനിക്ക് നിങ്ങളെ പേടിയാണെന്ന് പറയാണേ. അതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് പൊക്കോ എന്ന് പറയാണേ. നിന്നെ എന്ന് പറഞ്ഞിട്ട് അരികിലേക്ക് ചെല്ലുമ്പോഴേക്കും അവിടെ ഓസ് ഇരിപ്പുണ്ട് കേട്ടോ. അതിനകത്ത് നിന്ന് വെള്ളം ഓണാക്കിയിട്ട് ആദർശിനെ മൊത്തം കുളിപ്പിക്കുകയാണ്. നനച്ചതിന് ശേഷം വേഗം പോയിട്ട് ഒളിച്ചിരിക്കുകയാണ് കേട്ടോ അഴകി. അങ്ങനെ ആദർശ് പറയുന്നുണ്ട്, നിന്നെ എൻ്റെ കയ്യിൽ കിട്ടും അപ്പൊ ശരിയാക്കി തരാം എന്നേ. അപ്പോഴേക്കും നയന അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ആദർശിനെ കണ്ടിട്ട് ചിരിക്കുകയാണ്. ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ ആള് ഇവിടെ കുട്ടിയുമായിട്ട് വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണോ? എന്താ എന്നെ കണ്ടിട്ട് നിനക്ക് ആ കുട്ടിയുമായിട്ട് കളിച്ചിരിക്കുന്ന പോലെ തോന്നുന്നുണ്ടോ? കണ്ടോ ആ കാറിനകത്ത് വരച്ചു വെച്ചിരിക്കുന്നത്? നീ അവളുടെ അടുത്ത് സമാധാനപരമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കണം, ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്നുള്ള കാര്യം പ്രത്യേകം പറയണം. എനിക്ക് സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല. എന്നിട്ട് ആദർശ് വീട്ടിനുള്ളിലേക്ക് കയറാൻ വേണ്ടി പോകുമ്പോൾ, അല്ല നിങ്ങൾ ഓഫീസിൽ പോവാ എന്ന് പറഞ്ഞിറങ്ങിയിട്ട് ഇപ്പൊ വീട്ടിനുള്ളിലേക്ക് പോവാണെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, ഈ നനഞ്ഞ ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ ഓഫീസിൽ പോകണമെന്ന് ചോദിക്കണേ. ജസ്റ്റ് കളിയാക്കാൻ വേണ്ടിയിട്ട് നയന ചോദിച്ചതാണേ. അയ്യോ എല്ലാം എൻ്റെ വിധി എന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് കയറി പോവാണ്. ഇത് കണ്ടിട്ട് നയന ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് പോയി കഴിഞ്ഞതിന് ശേഷം നയന അവിടെ കുട്ടി ഒളിച്ചു നിൽക്കുന്നത് കാണുന്നുണ്ട് കേട്ടോ. എവിടെ പോയി എൻ്റെ അഴകിക്കുട്ടി എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. അപ്പോഴേക്കും ഞാൻ ഇവിടെ ഉണ്ട് നയന എന്ന് പറഞ്ഞിട്ട് അരികിലേക്ക് ചെല്ലുകയാണ്. നീ എന്ത് പണിയാ ചെയ്തത്? ആദർശിന്റെ കാറിനത് വരച്ചത് ഒട്ടും ശരിയായില്ലല്ലോ എന്നുള്ള കാര്യം പറയുമ്പോൾ, എന്ത് ചെയ്യാനാ, ഞാൻ ഭയങ്കരമായിട്ട് ബോറടിച്ചു, എൻ്റെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് നീയും വന്നില്ലല്ലോ അതുകൊണ്ടാണ്. അതാണോ? രാവിലെ എനിക്ക് ഒരുപാട് ജോലി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നിന്റെ കൂടെ കളിക്കാൻ വേണ്ടി പറ്റാണ്ടിരുന്നത്. അപ്പോഴേക്കും നവ്യ അങ്ങോട്ട് വരുന്നുണ്ടേ. അങ്ങനെ നവ്യ കണ്ടിട്ട് ഇത് നയന, അപ്പൊ ഇതാരാണെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. എന്താ നിനക്കറിയില്ലെന്ന് ചോദിക്കുമ്പോൾ, എനിക്കറിയില്ലല്ലോ, എൻ്റെ അടുത്ത് ആരും പറഞ്ഞു തന്നില്ല, ഇത് എൻ്റെ ചേച്ചി നവ്യ. ശരി, നിനക്ക് ബോറടിച്ചിരിക്കാന്നല്ലേ പറഞ്ഞത്, നമുക്ക് കളിച്ചാലോ? എന്ത് കളിയാ കളിക്കണ്ടേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, എനിക്ക് വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് പൈപ്പ് എടുത്തിട്ട് രണ്ടുപേരെയും നനയ്ക്കുകയാണേ. നവ്യയെ നനയ്ക്കാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് ശ്രമിക്കുമ്പോൾ നവ്യയെ നനയ്ക്കരുത് എന്നുള്ള കാര്യം പറയണേ. അതെന്താ നയന എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ. അതോ നിന്നെ പോലെ ഒരു കുട്ടി വാവയുണ്ട് അവളുടെ വയറ്റിൽ എന്നുള്ള കാര്യം പറയണേ. അപ്പോഴേക്കും പൈപ്പ് അവിടെ ഇട്ടിട്ട് നയനയ്ക്ക് അരികിലേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, സത്യമാണോ എന്ന്? അതെ. അത് കഴിഞ്ഞ് നവ്യയ്ക്ക് അരികിലേക്ക് ചെല്ലിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ വയറ്റിൽ കുഞ്ഞുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അതേ എന്ന് പറയുമ്പോൾ വയറ്റിലിങ്ങനെ തൊട്ടിട്ട് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ടേ. നീ എന്താ ചെയ്യുന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, കുഞ്ഞു വാവയ്ക്ക് ഉമ്മ കൊടുത്തതാണ്. കുഞ്ഞാവെ നീ പെട്ടെന്ന് തന്നെ വന്നിട്ട് എൻ്റെ കൂടെ കളിക്കണേ. ഇത് കാണുമ്പോൾ രണ്ടുപേർക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാകുന്നുണ്ട്. അത് കഴിഞ്ഞ് നയന പറയുന്നുണ്ട്, നീ ഞങ്ങളുടെ രണ്ടുപേരുടെയും മേല് വെള്ളമാക്കിയതല്ലേ, നിന്നെ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത് കണ്ടോ എന്ന് പറഞ്ഞിട്ട് പൈപ്പ് എടുത്തിട്ട് ആ കുഞ്ഞിൻ്റെ മേലേക്ക് ഇങ്ങനെ അടിക്കുന്നുണ്ട്. വേണ്ട നയന എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നല്ല അടിക്കാണ്. അങ്ങനെ ഭയങ്കരമായിട്ട് സന്തോഷത്തിൽ നിൽക്കാനുണ്ട് മൂന്ന് പേരും. അത് കഴിഞ്ഞിട്ട് അനി റൂമിൽ നിൽക്കുന്ന സമയത്ത് അനാമികയുടെ അടുത്ത് ചെന്ന് ചോദിക്കുന്നുണ്ട്, നിനക്ക് എൻ്റെ മേലെ എന്തെങ്കിലും സംശയമുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അതെന്താ, എനിക്ക് നിന്നെ സംശയിച്ചൂടെ? കല്യാണം കഴിഞ്ഞതിന് ശേഷം നീ നല്ല കുട്ടിയാണ്, പക്ഷെ കല്യാണത്തിന് മുമ്പ് നീ എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. അനാമിക, നീയാണേ സത്യം, ഞാൻ അങ്ങനത്തെ ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അനി എസ്കേപ്പ് ആവാൻ ശ്രമിക്കുന്നുണ്ടേ. അനി, മറ്റുള്ള വിഷയങ്ങളിൽ എന്താണെങ്കിലും ഈ വിഷയത്തിൽ നീ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്നുള്ള വിശ്വാസം എനിക്കുണ്ടെന്ന് പറഞ്ഞിട്ട് അനിയുടെ കവളത്തിൽ ഉമ്മ കൊടുത്തിട്ട് ഓടിപ്പോവാണ് കേട്ടോ ചെയ്യുന്നത് അനാമിക അവിടുന്ന്. അത് കഴിഞ്ഞ് അബി ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് ചലച്ച് വരുന്നുണ്ട്. ഇന്നലെ നൈറ്റിൽ മൊത്തം നിന്റെ അടുത്ത് ഞാൻ സത്യം ചോദിച്ചു, നീ സത്യം പറഞ്ഞില്ല. നീയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലത്.
വീട്ടിലുള്ളവരെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് വലിയ നാണക്കേടാണടാ. നിന്നെ സപ്പോർട്ട് ചെയ്തിട്ട് പിന്നെ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. നിന്നെ രക്ഷിക്കുക എന്ന് പറയുന്നത് വലിയ പാടായിരിക്കും. പിന്നെ അമ്മ എന്റെ പുറകെ നടന്നിട്ട് എന്നെ സംശയിച്ചുകൊണ്ടിരിക്കുകയാണോ? ഞാനിപ്പോ എന്ത് ചെയ്താലും അമ്മ എന്നെ വിശ്വസിക്കും? അങ്ങനെ ജലജയുടെ തലയിൽ കൈവച്ചിട്ട്, സത്യമായിട്ടും ആ കുട്ടി എന്റേതല്ല, മതിയോ? ഇവരുടെ സംസാരം മറിഞ്ഞു നിന്നിട്ട് നമ്മുടെ ആദർശ് കേൾക്കുന്നുണ്ട് കേട്ടോ. എന്താണ് നീ എന്റെ തലയ്ക്ക് അടിച്ചിട്ടൊക്കെ സത്യം ചെയ്യുന്നത്? എന്നാലെങ്കിലും അമ്മ വിശ്വസിക്കല്ലോ എന്ന് കരുതിയിട്ടാണ്. ഇപ്പം തന്നെ എന്റെ ബ്ലഡ് എടുത്തിട്ട് അമ്മ കൊണ്ടുപോയിട്ട് ടെസ്റ്റിന് കൊടുക്ക്, എങ്കിലെങ്കിലും അമ്മ വിശ്വസിക്കുമല്ലോ. നീ സംസാരിക്കുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ മറ്റുള്ള ആൾക്കാർ പറഞ്ഞ് കേൾക്കുമ്പോൾ എനിക്ക് എന്തോ വലിയ ടെൻഷൻ ആവുന്നടാ. അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംശയിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആദർശ് ഇങ്ങനെ നടന്ന് ചിന്തിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മറുവശത്തു കൂടെ നയന വരുന്നുണ്ട്. കൂട്ടിമുട്ടാൻ വേണ്ടി നിൽക്കുമ്പോഴേക്കും ആദർശ് ചോദിക്കുന്നുണ്ട്, അല്ല, എല്ലാവരും അഭിയെ സംശയിക്കുന്നു, അതുപോലെ തന്നെ അനിയെയും സംശയിക്കുന്നു, പിന്നെ എൻ്റെ അച്ഛനെയും അതുപോലെ ചെറിയച്ഛനെയും എല്ലാവരും തലയിട്ട് ഉരുട്ടുന്ന രീതിയിലാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് എൻ്റെ മേലെ സംശയമൊന്നുമില്ലേ? നിനക്ക് എൻ്റെ മേലെ അത്രയും വിശ്വാസമാണോ? എനിക്ക് അത്ര വിശ്വാസമൊന്നുമില്ല എന്ന് പറയുമ്പോൾ, നിനക്ക് എന്നെ വിശ്വാസമില്ലേ? നീ ഇത്രയും വലിയൊരു ഇടുത്തി എന്റെ തലയിൽ കൊണ്ടുപോയിട്ടോ? എന്നിട്ടും നീ എന്താ ഇതുവരെ എൻ്റെ അടുത്തൊന്നും ചോദിക്കാഞ്ഞേ? അതിലൊന്നും നിങ്ങൾ ശരിയായിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് നയന അവിടുന്ന് പോവാണേ. എന്താ ഞാൻ ശരിയായിട്ട് വരില്ല എന്നോ? ഇവൾ എന്തൊക്കെയാ പറഞ്ഞിട്ട് പോകുന്നേ? അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംശയിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സ്വന്തം ഭർത്താവിനെ ഭാര്യമാരൊക്കെ സംശയിക്കുന്നുണ്ട് ഈ കുഞ്ഞ് ആരുടെയാന്നുള്ള കാര്യം. ഒരുപക്ഷെ ഈ കുഞ്ഞ് ആദർശിന്റെ ആവോ എന്നുള്ളൊരു രീതിയിലുള്ള കാര്യങ്ങളാണ് വരാൻ വേണ്ടി പോകുന്നത്. എന്തായാലും മറ്റൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും നന്ദി.